അപ്പോഴും ജമിയത്തുൽ ഉലമയുടെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് ജമിയത്തുൽ ഉലമയുടെ വിഷയം വരുന്നത്. ജമിയത്തുൽ ഉലമയിൽ വരുന്നത് ബഹുമാനപ്പെട്ട വാമനപുരം മുഹമ്മദ് കുഞ്ഞി മൗലവി നബറുല്ലാഹു മർക്കദഹും അവരുടെ കാലത്താണ് ഞാൻ ജമിയത്തുൽ ഉലമയിൽ അംഗമാകുന്നത്. അന്ന് ജമിയത്തുൽ ഉലമ ആരംഭിച്ച വർഷത്തിന്റെ അവസാനം, മനസ്സിലായി, 1956 56 56 തന്നെ ആ ജമിയത്തുൽ ഉലമ ആരംഭിച്ച വർഷത്തിന്റെ അവസാനം. അത് തീർന്ന് ഇപ്പുറമോ അപ്പുറമോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ആ വർഷം കഴിഞ്ഞ്, ആ മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ മാസത്തിനകത്ത്. എന്തായിരുന്നു അതിന്റെ എൻഡിൽ വെച്ചാണ് ഉസ്താദ് വാമന ഉസ്താദ് ഷൗക്കത്തരി വാ, പിന്നെ നമുക്ക് അവിടെ പോകാം, നീ ജമിയത്തുൽ ഉലമയിൽ തന്നെ നിൽക്കണം, അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ അന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ ഇരുത്തി ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പം ഈ ജോനോപ്പുറം പഴയ പള്ളിയാണ്, പണ്ടത്തെ പള്ളി. അതിനകത്ത് അതിൻ്റെ മുകളിലത്തെ പിന്നെ നിലയിൽ പിന്നെ ഉസ്താദ് അവിടെ പിന്നെ കിടപ്പുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് റയീസുൽ ഉലമ ഉണ്ട്. അപ്പം എഴുന്നേറ്റിരുന്ന് അപ്പം റയീസുൽ ഉലമയ്ക്ക് മുമ്പ് തന്നെ പിന്നെ വാമന ഉസ്താദ് പിന്നെ അവിടെ ജമിയത്തുൽ ഉലമയിൽ ഒരു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ സ്വാഗത സംഘം പിന്നെ ഈ വ്യക്തിയുടെ കൂട്ടത്തിൽ പിന്നെ ഈ ഏതാണ്ട് പിന്നെ അധ്യക്ഷ പദവിയോട് ചേർന്ന ഒരു ബന്ധം തന്നെ അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം ഷാഫി മൗലവി ഉസ്താദുമായിട്ട് അത്രയും അടുത്ത ബന്ധവുമുണ്ട്. അപ്പം ഷാഫി മൗലവി ഉസ്താദിന്റെ സ്വാഗത പ്രസംഗം ഞങ്ങൾ കൊണ്ടുവന്ന് തന്ന് പിന്നെ ഒരു ബുക്കായിട്ട് ഷാഫി മൗലവി ഉസ്താദ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ജമിയത്തുൽ ഉലമ എന്നൊന്ന് ഇവിടെ ആവശ്യമാണ്, രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അത് പിന്നെ അത് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്ത്, അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇത് കാണിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ സന്തോഷകരമായി അതിൽ ഇരുന്ന് പിന്നെ ഉസ്താദുമായിട്ട് പരിചയപ്പെട്ടു. അപ്പം ഉസ്താദിനോട് വാമനോട് ജമിയത്തുൽ അല്ല പിന്നെ ഷൗക്കത്ത് അലി ഉസ്താദിനോട് നമ്മുടെ ബഹുമാനപ്പെട്ട മർഹൂം വാമനപുരം ഉസ്താദ് പറഞ്ഞു, ഷൗക്കത്ത് അലിയെ നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ഇത് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒരു പിന്നെ ഇത് കൊടുത്ത് പിന്നെ ഉസ്താദിൻ്റെ കൈ കൊണ്ട് തന്നെ റെസിറ്റ് എഴുതി കൊടുത്ത് പിന്നെ ചേർക്കണം. അങ്ങനെ ഉസ്താദ് തന്നെ അപ്പോഴേ തന്നെ എടുത്ത് എന്താണ് റയീസുൽ ഉലമ എഴുതി ഒപ്പിട്ട പത്രം എൻ്റെ കയ്യിലേക്ക് തന്ന് എന്നെ അംഗമാക്കി. അപ്പം 2 ഉസ്താദുമാരുമായി, ഷാഫി മൗലവി ഉസ്താദും വാമനപുരം ഉസ്താദും കൂടെ ഇരുന്നിട്ട് എന്നെ, അപ്പം ഞങ്ങൾ 3 പേരുമേ ആ റൂമിലുണ്ട്. അങ്ങനെയാണ് എന്നെ അംഗമാക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ മിഷ്കാത്തുൽ മസാബിന്റെ ആദ്യത്തെ പിന്നെ പതിപ്പിറക്കുന്ന 1-ാം വാല്യം 45 കൊല്ലത്തിന് 50 കൊല്ലത്തിന് മുമ്പാണ് ഇറക്കിയത്. പിന്നെ അപ്പോൾ അതിറങ്ങുന്ന അവസരത്തിൽ അതിൻ്റെ പിന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട് ആ വർഷം. അത് ഷൗക്കത്ത് അലി ഉസ്താദിൻ്റെ പിന്നെ ഒരു പടമെടുത്ത ഇതിൽ തന്നെ ചിത്രമുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ അവർ ഇരുന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞു വന്ന് ഷഹാബുദ്ദീൻമാരുടെ കൈകൾ കൊണ്ടാണ് അംഗത്വം തന്നത്. അങ്ങനെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് വന്നു. അന്നസീമിന്റെ ആദ്യ കാലഘട്ടം അത് പിന്നെ പറയാം. അപ്പൊ ഇതങ്ങ് തീരട്ടെ. ഇത് എങ്ങനെയാ പിന്നെ ജമിയത്തുൽ ഉലമയുടെ പിന്നെ ഈ ഘട്ടം അംഗത്വം എടുത്തിട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പിന്നെ പല മേഖലകളിലും ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അവിടുത്തെ മേഖലയിലെ പലരെയും എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. ഒന്ന് പിന്നെ മർഹൂം ഷംസുദ്ദീൻ മൗലവി, പിന്നെ ഇത്തിക്കര ഷംസുദ്ദീൻ മൗലവി, കടക്കൽ ഉസ്താദ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മരിച്ചുപോയവരെ പറ്റി പറയാണ്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഒരുപാട് പേര് ബി കെ അബ്ദുള്ള മൗലവി, പിന്നെ ബി കെ അബ്ദുള്ള മൗലവിക്ക് മുമ്പ് പിന്നെ മരണപ്പെട്ടു പോയവരാണ്. പിന്നെ വേറെ ഉണ്ടായിരുന്ന ഒരുപാട് അതിന് മുമ്പ് പോയി, അത് എന്നെ കണ്ടിട്ടില്ല. അലവിക്കുഞ്ഞു മൗലവി ഉണ്ടല്ലോ, അലവിക്കുഞ്ഞു മൗലവി ഉണ്ടായിരുന്നു. അലവിക്കുഞ്ഞു മൗലവിയുടെ കാലഘട്ടം, അലവിക്കുഞ്ഞു മൗലവി ഉസ്താദ്. പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ അവിടെയൊക്കെ പേന കച്ചവടം ചെയ്യുന്ന ഒരു പേന പിന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ പിന്നെ അനുജനൊരു വലിയ പിന്നെ ആലിമുണ്ടായിരുന്ന കോട്ടയത്ത് മുസ്തഫ ആലിം സാഹിബ്, പിന്നെ ഏത് പി പി അഹമ്മദ് അലിം സാഹിബ്
PP അലിം സാഹിബ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മിഷ്കാത്ത് അടിക്കുന്ന കാലഘട്ടമാണ്. PP കോട്ടയത്ത് നിന്ന് കാണാൻ പോകുന്നു. ഞങ്ങൾ കാറിലാണ് ചെല്ലുന്നത്. അപ്പം നമുക്ക് മിഷ്കാത്തിന് പിന്നെ ഷൗക്കത്ത് അലി കയറി, ഞാൻ കയറി, അങ്ങനെ PP അഹമ്മദ് അലിം സാഹിബ് ഒരു വശത്ത് കയറി, ഞാനൊരു വശത്ത് കയറി, ആസാദ് മൗലവി അടുത്ത ഒരു ഭാഗത്ത് ഇരുന്ന് ഞങ്ങൾ 3 പേരും കൂടെ കാറിലിരുന്ന് കാർ അങ്ങോട്ട് വിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് അവൾ കാറ് നിർത്തി അബ്ദുറഹ്മാൻ ഞാൻ പേര് പിന്നെ ഉദാഹരണത്തിന് പറയാണ്, ബാ കയറി ബാ, ഇത് കിതാബ് അങ്ങോട്ട് കൊണ്ടുപോയി അത്ര രൂപ കൊണ്ടുകൊണ്ട് അതുകൊണ്ട് എടുത്തു. അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പിന്നെ കയ്യിലിരുന്ന മിഷ്കാത്തുകൾ എത്രയും അവിടെ കൊടുപ്പിച്ചതിന് ശേഷം എന്നെ ഇങ്ങോട്ട് യാത്രയായിട്ടുണ്ട്. അവസാനം ഒരു ദിവസം പിന്നെ വന്നപ്പോഴും പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഈ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇനി പേപ്പർ എടുക്കുമ്പോൾ ഇതും കൂടെ ആ പേപ്പറിന് കൊടുത്തേര് എൻ്റെ കയ്യിൽ നിന്ന് അന്നത്തെ ഒരു 500 രൂപ പിന്നെ നോട്ടുകളായിട്ട് എൻ്റെ മുമ്പിൽ എടുത്തിട്ട് ചില്ലറായിട്ട് നോട്ട്. അന്ന് 500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 50,000 രൂപ മതിക്കുന്നതാണ്. അങ്ങനെ അത്രയും ആത്മാർത്ഥനായിരുന്നു PP അഹമ്മദ് അലിം സാഹിബ്. അങ്ങനെ അവരുടെയൊക്കെ കാലഘട്ടം പിന്നെ അങ്ങോട്ട് നീങ്ങി. ഒരുപാട് കാര്യങ്ങൾ അതുപോലുണ്ട്. അവരൊക്കെ ആത്മാർത്ഥമായി കരൾ തന്ന് ഹസൈനാർ മൗലവി, PP അഹമ്മദ് അലിം സാഹിബ്, ഇതൊക്കെ ഓർത്തിരിക്കണം. ഈ ചോദിച്ചാൽ അതിൻ്റെ പേര് ഈ കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഇവരൊക്കെ വളരെ പിന്നെ ആത്മാർത്ഥമായി അതൊക്കെ കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ 2 വിദ്യാഭ്യാസം അന്ന് വേറെ ആർക്കും കൂടുതലില്ല. അതിൻ്റെ പേരിൽ 2 വിദ്യാഭ്യാസത്തിലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ പിന്നെ വളരെ പിന്നെ ഇതുണ്ട്. അപ്പം പിന്നെ ശംസുദ്ദീൻ മൗലവിയായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ മന്നാനിയുടെ ആദ്യകാലം വരികയാണ്. മന്നാനിക്ക് മണ്ടൂർ ഹാജിമാർ പിന്നെ 2 ഏക്കർ തറ തന്നിരുന്നു. ഞങ്ങൾക്ക് തന്നിരുന്നു. ഞാൻ ഷേഖ് മൗലവി ഉസ്താദും വേറെ ഒരു ഉസ്താദും കൂടെ ആയിരുന്നു അതിൻ്റെ ഭരണം അപ്പോഴും ആദ്യമേ. അപ്പോഴും ഞങ്ങൾക്ക് തന്നിരുന്നു. ഞങ്ങൾ അത് സ്വീകരിച്ചിരുന്നു. പിന്നെ സ്വീകരിച്ചിട്ട് അപ്പോൾ ആളുകൾ പിന്നെ സംഭാഷണം ഉണ്ടാക്കി. പിന്നെ ആ മലയിൽ കൊണ്ടുവന്ന് എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു കോളേജ് ഉണ്ടാക്കുന്നത്, നമുക്ക് ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ, അതുകൊണ്ട് അത് വിറ്റിട്ട് നമുക്കിവിടെ വാങ്ങിക്കാൻ വസ്തു എന്നൊക്കെ പറഞ്ഞ് ചിലരുണ്ട്. ഞാൻ പറഞ്ഞത് അത് അങ്ങനെയല്ല. ശ്രീനാരായണ കോളേജ് അവിടെ കിടക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പിന്നെ കുന്ന് അവിടെ കിടക്കുകയാണ്, വർക്കര കിടക്കുകയാണ്. അതുകൊണ്ട് അതിനോട് ചേർന്നാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ പേര് ഇവിടെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ വേണം. അങ്ങനെ എൻ്റെ വാക്കാണ് അവിടെ സ്ഥിരീകരിച്ചുകൊണ്ട് ആ കുന്ന് നമ്മൾ പിടിച്ചിടുകയും അവിടെ കോളേജ് കെട്ടാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെട്ട കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നുകൊണ്ടാണ് പിന്നെ അവിടെ ആ ബന്യാനിയ ആ കോളേജ് നീണ്ടു കിടക്കുന്ന പിന്നെ വലിയ കെട്ടിടം ഉണ്ടാക്കുന്നത് ഞാൻ ഇരുന്നുകൊണ്ടാണ്. മനസ്സിലായില്ലേ?